ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വിശുദ്ധ ആരാധനാ ദിവസത്തിൽ മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. കർത്താവ് നമ്മെ കർത്താവിങ്കിലേക്ക് ആകർഷിക്കും. ഗ്ലോറി ടു ഗോഡ്. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രന്റെ അടുക്കലേക്ക് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. പിതാവ് എങ്ങനെയാണ് ആകർഷിച്ചത്? ഉയർത്തപ്പെട്ട ക്രിസ്തുവിലൂടെയാണ് നമ്മെ ഓരോരുത്തരെയും, ലോകത്തെ മുഴുവനായും പിതാവാം ദൈവം ആകർഷിക്കുന്നത്. ജനത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി നമുക്ക് എല്ലാവർക്കും വേണ്ടി ക്രൂശിൽ പരമയാഗമായി കർത്താവ് ഗോൽഗോഥയിൽ എന്ത് ചെയ്തു? പിതാവാം ദൈവം ഉയർത്തി. ആ ഉയർത്തിയതിലൂടെ പിതാവ് ലോക ജനതയെ, സകല മനുഷ്യരെയും ദൈവത്തിങ്കിലേക്ക് എന്ത് ചെയ്യുന്നു? ആകർഷിക്കുക. അപ്പൊ പിതാവാം ദൈവം എല്ലാവരെയും ആകർഷിക്കുവാനുള്ള ദൗത്യം ക്രിസ്തുവിൽ ചെയ്തു കഴിഞ്ഞു. ഗ്ലോറി ടു ഗോഡ്. അങ്ങനെ കർത്താവിനെ കാണുന്നവർ കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തോട് ആകർഷിക്കപ്പെടുകയാണ്. ദൈവസന്നിധിയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ നിയോഗം ദൈവസന്നിധിയിലേക്ക് നമ്മെ കൊണ്ടുവരാൻ വളരെ പ്രാധാന്യമുള്ളതാണ്. ആത്മനിയോഗമില്ലെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗം നമ്മുടെ ഉള്ളത്തിൽ തരുന്നത് കൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുവാനുള്ള ആ താല്പര്യം എന്ത് ചെയ്യുന്നത് നമുക്കുണ്ടാകുന്നത്. ദൈവത്തെ ആരാധിക്കാനുള്ള താല്പര്യം സ്വതവേ ഉണ്ടാകുന്നതല്ല, ദൈവാത്മാവിനാലാണ് അതുണ്ടാകുന്നത്. പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ ആത്മനിയോഗം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു? പകരപ്പെടുന്നു. ഞാൻ അതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ മഹാഭാഗ്യം തന്നിരിക്കുന്നു. രക്ഷിതാവാണ് എൻ്റെ കർത്താവ്. ഗ്ലോറി ടു ഗോഡ്. അവൻ എൻ്റെ രക്ഷിതാവും, അവൻ എൻ്റെ കർത്താവും, അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരനുമാണ്. ഗ്ലോറി ടു ഗോഡ്. അവൻ എന്നെ നിത്യമായ നരകത്തിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു? രക്ഷിച്ചിരിക്കുന്നു. ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടലോകത്തിൽ നിന്ന് കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നു? രക്ഷിച്ചിരിക്കുന്നു. പിശാചിന്റെ പിടിയിൽ നിന്ന് നമ്മെ രക്ഷിച്ചിരിക്കുന്നു. പാപപങ്കുലമായ ജഡികമായ സ്വഭാവങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ ഇന്ന് എനിക്ക് കർത്താവാണ്. എന്നെ രക്ഷിക്കുക മാത്രമല്ല, എൻ്റെ ജീവിതത്തിലെ യേശുവാണ് ആ കർത്തൃത്വം എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. കർത്താവ് കർത്തൃത്വം ഏറ്റത് കൊണ്ട് അവൻ എന്നെ അവന്റെ ഹിതത്തിലേക്ക് എന്ത് ചെയ്യുന്നു? നയിക്കുന്നു. മാത്രമല്ല, കർത്താവിന്റെ മധ്യാകാശത്തിൽ വരവിൽ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് കൂടിയാണ് അവൻ. അവൻ എൻ്റെ രക്ഷിതാവാണ്, അവൻ എൻ്റെ കർത്താവാണ്, അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് സദാസമയം എന്ത് ചെയ്യണം? ബോധ്യമുണ്ടായിരിക്കണം. എൻ്റെ രക്ഷിതാവാണ് എൻ്റെ യേശു, എൻ്റെ കർത്താവാണ് എൻ്റെ യേശു, അവൻ എൻ്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പുകാരനാണ്, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. എൻ്റെ രക്ഷിതാവിന്റെ സന്നിധിയിൽ എനിക്ക് ആരാധിക്കണം. എൻ്റെ കർത്താവിനെ എനിക്ക് എന്ത് ചെയ്യണം? ആരാധിക്കണം. എൻ്റെ വീണ്ടെടുപ്പുകാരനായ എൻ്റെ കർത്താവിനെ എനിക്ക് എന്ത് ചെയ്യണം? ആരാധിക്കണം. നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവിനെ ആരാധിക്കണം. അവൻ ആരാധനയ്ക്ക് യോഗ്യൻ. അവൻ നമുക്ക് വേണ്ടി അയക്കപ്പെട്ട അപ്പോസ്തലനാണ്. അവനെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ആരാധിക്കുവാനുണ്ട്. അവനാണ് ശ്രേഷ്ഠ അപ്പോസ്തലൻ, കർത്താവായ യേശുക്രിസ്തു. ഹല്ലേലൂയ. അവൻ ശ്രേഷ്ഠ ഇടയൻ കൂടിയാണ്. ഗ്ലോറി ടു ഗോഡ്. കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്. ഗ്ലോറി ടു ഗോഡ്. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധനായ പൗലോസ് നിജപുത്രനായ തീമത്യോസിന് ലേഖനം എഴുതുമ്പോൾ 2-ാം ലേഖനത്തിൽ 2-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ, ഒരുവൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായികയിൽ കിരീടം പ്രാപിക്കുന്നില്ല. ഇവിടെ ലക്ഷ്യം വെക്കുന്ന കാര്യം കിരീടം എന്നുള്ളത്. ഇവിടെ പറയുന്ന കിരീടം ജീവകിരീടം. അക്ഷരീയമായി കാണാൻ പറ്റുന്ന കാര്യമല്ല ഇത്. നമുക്ക് പ്രാപിക്കാൻ പറ്റുന്നതാണ് എന്ത്? ജീവകിരീടം എന്ന് പറയുന്നു.
അക്ഷരികമായിട്ടുള്ളൊരു കിരീടമല്ല, അതൊരു ആത്മീയ പദവിയാണ്. ദൈവസന്നിധിയിലെ നിത്യജീവന്റെ പദവിയാണ്. ഒരുവൻ മല്ല് കെട്ടിയാൽ, അപ്പോൾ ഒരു മല്ലിനെ കുറിച്ച് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഈ മല്ല് ആരോടാണ്? നമുക്ക് വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ അധിപതികൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. പലവിധമായ വാഴ്ചകൾ എന്ത് ചെയ്യുന്നുണ്ട്, വാഴുന്നുണ്ട്. പല അധികാരങ്ങൾ പൈശാചിക മണ്ഡലത്തിലുണ്ട്. ദുഷ്ടാത്മസേനകൾ തന്നെയുണ്ട്, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ. അങ്ങനെ ദൈവവചനത്തിൽ പൈശാചികന്റേതായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള മണ്ഡലങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, വചനത്തിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് അവയോടെന്തുണ്ട്, പോരാട്ടമുണ്ട്. ഇവിടെ ഒരുവൻ പോരാട്ടത്തിന് തയ്യാറാകുമ്പോൾ, ഒരുവൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായികയിൽ, അത് ദൈവത്തിന്റെ ചട്ടപ്രകാരമുള്ളതായിരിക്കണം. നമ്മൾ ആ മല്ല് കെട്ടാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ മുൻപിലേക്ക് സമർപ്പിക്കുമ്പോൾ ദൈവിക ചട്ടം വളരെ പ്രധാനം, ദൈവിക ഉപദേശങ്ങൾ വളരെ പ്രധാനമാണ്. ആ ഉപദേശങ്ങൾ അനുസരിച്ച് നമ്മൾ പോരാടുന്നുണ്ടെങ്കിൽ ആ പോരാട്ടത്തിൽ നമ്മൾ നിത്യജീവൻ എന്ന കിരീടം നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. അപ്പോൾ ഇവിടെ പോരാട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത് ജീവകിരീടമാണ്. ഒത്തിരി ആൾക്കാർ പോരാടുന്നത് വേറെ പല കാര്യങ്ങൾ നേടാനാണ്. പക്ഷേ വചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പോരാട്ടത്തിന്റെ അന്തിമമായി നമുക്ക് ലഭിക്കുന്നത് നിത്യജീവനാണ്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ നിത്യജീവൻ ലഭിക്കേണ്ടുന്നതിന് അനുവദിക്കാതെ വണ്ണം പൈശാചികമായ മണ്ഡലം ദൈവമക്കൾക്കെതിരെ എന്ത് ചെയ്യും, പോരാടും. ആ പോരാട്ടത്തിൽ പരാജയപ്പെട്ടാൽ നഷ്ടപ്പെടുന്നത് നിത്യജീവനാണ്. നിത്യജീവൻ ലഭിക്കണമെങ്കിൽ ചട്ടപ്രകാരമുള്ള പോരാട്ടം എന്ത് ചെയ്യണം, ഉണ്ടാകണം. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ 38-ാമത്തെ വാക്യം മുതൽ താഴേക്ക് പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തനും നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്ത് ചെയ്യും, സ്നാനമേൽപ്പിൻ. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. വാഗ്ദത്തം, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവർ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ. അവിടെ പറയുന്ന കാര്യം എന്താണ്? രക്ഷിക്കപ്പെടുവിൻ. ആദ്യം പറഞ്ഞ എന്താണ്? കർത്താവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. അതിനനന്തരം എന്താണ്? പരിശുദ്ധാത്മാവെന്ന ദാനം. കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനപ്പെട്ടും ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ച് പാപങ്ങൾ മോചിപ്പിക്കപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യുവിൻ? ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ. തുടർന്ന് പറയുന്നത് എന്താണ്? അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. നേരത്തെ നമ്മൾ വായിച്ചു, ഒരുവൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായികയാൽ കിരീടം പ്രാപിക്കത്തില്ല. അപ്പോൾ ഇവിടെ രക്ഷ, ആത്മാവിന്റെ രക്ഷ വളരെ പ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെ സ്നാനം വളരെ പ്രാധാന്യമുള്ളതാണ്. അന്ന് 3000-ഓളം പേർ എന്ത് ചെയ്തു? അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ത് ചെയ്തു? കേട്ടു. ഇന്ന് ആൾക്കാർക്ക് ഉപദേശം കേൾക്കാൻ എന്തല്ല, താല്പര്യമില്ല. മറ്റു ഭൗമികമായ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ജനത്തിന് എന്തുണ്ട്? താല്പര്യമുണ്ട്. ഉപദേശം ഒരു വിടുതൽ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യും? നൽകുന്നതാണ്. ഉപദേശം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ എന്താണ്? അനുഗ്രഹം. ചട്ടപ്രകാരം പോരാകാൻ, ഇപ്പോൾ രക്ഷ അനുഭവിക്കാതെ, സ്നാനത്തിൽ കർത്താവിനോട് ഇഴുകിച്ചേരാതെ, അതുപോലെ തന്നെ വീണ്ടും നമ്മൾ മൂന്നാമത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, അവർ ദൈവസഭയോട് എന്ത് ചെയ്തു? ചേർന്ന് നിന്നു.
വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവസഭയോട് എന്ത് ചെയ്തു? ചേർന്ന് നിന്നു. വിഘടിച്ച് നിൽക്കുന്നവരല്ല, ഭിന്നതയായിട്ട് നിൽക്കുന്നവരല്ല, ദൈവസഭയോട് എന്ത് ചെയ്തു? ചേർന്ന് നിന്നു. വീണ്ടും അവിടെ മനസ്സിലാക്കുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അവർ എന്ത് ചെയ്തു? വീണ്ടും നമ്മളവിടെ വായിക്കുന്നത്, ഉപദേശം കേട്ടതിന് ശേഷം അവരെന്ത് ചെയ്തു? കൂട്ടായ്മ ആചരിച്ചു. വീണ്ടും അവിടെ കാണുന്നത് എന്താണ്? അപ്പം നുറുക്കി. അതിനനന്തരം കാണുന്ന എന്താണ്? പ്രാർത്ഥന കഴിച്ചു. 7 കാര്യങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം രക്ഷ. വളരെ ശ്രദ്ധിക്കണം. പുതിയ നിയമസഭയിൽ 7 ഉപദേശങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? രക്ഷ. രക്ഷിക്കപ്പെടുക എന്നുള്ളത്. രക്ഷപ്പെടുക എന്നുള്ളതല്ല, രക്ഷിക്കപ്പെടുക എന്നുള്ളത്. രക്ഷപ്പെടുക എന്നുള്ളത് സ്വയപ്രയത്നം കൊണ്ടോ, എന്നാൽ രക്ഷിക്കപ്പെടുക എന്നുള്ളത് കർത്താവിനാൽ സംഭവിക്കുന്ന കാര്യമാണ്. അവനാൽ സംഭവിക്കുന്നു, യേശുവിനാൽ സംഭവിക്കുന്നു. നിത്യമായ നരകത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അവൻ നമ്മെ രക്ഷിക്കുന്നു. ഈ ദുഷ്ടലോകത്തിൽ, ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വരുമ്പോഴും അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ 3-ാം വാക്യം വരുമ്പോൾ, പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന്. അപ്പോൾ നരകത്തിൽ നിന്ന് മാത്രം വിടുവിച്ചാൽ മതിയോ? ഈ ദുഷ്ടലോകത്തിൽ നിന്ന് എന്ത് ചെയ്യണം? വിടുവിക്കപ്പെടണം. പാപമംഗുലമായ ജഡ ശരീരത്തിൽ നിന്ന് എന്ത് ചെയ്യണം? ജഡികമായ സ്വഭാവങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം? വിടുവിക്കപ്പെടണം. രക്ഷിക്കപ്പെടുക എന്നുള്ളൊരു അനുഭവം വളരെ പ്രധാനമാണ്. ഹല്ലേലൂയ. ആത്മാവിന്റെ രക്ഷ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ. മറ്റൊരു ഭാഗത്തിൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ നിങ്ങൾ എന്ത് ചെയ്യുവിൻ? മാനസാന്തരപ്പെടുവിൻ. ദൈവരാജ്യത്തിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ മാനസാന്തരമാണ് പ്രധാനം. അത് ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. അപ്പോൾ രക്ഷിക്കപ്പെടുക എന്നുള്ളത്, മാനസാന്തരപ്പെടുക എന്നുള്ളത്, അനുതപിക്കുക എന്നുള്ളത്, പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക എന്നുള്ളത്, രൂപാന്തരപ്പെടുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിലെ പ്രാരംഭമായിട്ടുള്ള കാര്യമാണ്. ഒരുവൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായ്മ ഉണ്ടായാലും നഷ്ടപ്പെടുന്നത് നിത്യജീവനാണ്. ജീവകിരീടം എന്ത് ചെയ്യത്തില്ല? പ്രാപിക്കത്തില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോരെന്ത് ചെയ്തു? പൊരുതി. നല്ല പോർ പൊരുതി എന്ന് പറഞ്ഞാൽ ഉപദേശങ്ങളിൽ, പ്രമാണങ്ങളിൽ, ചട്ടങ്ങളിൽ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവം നൽകിയിരിക്കുന്ന ആത്മരക്ഷ അത് നിത്യമായി അവകാശമാക്കേണ്ടുന്നതിന് തടസ്സമായി തനിക്കെതിരെ നിന്ന സകല പോരാട്ട ശക്തികൾക്കും എതിരെ പൗലോസ് അപ്പോസ്തലൻ എന്ത് ചെയ്തു? നല്ല പോർ പൊരുതി, വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു. ജീവകിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. എനിക്കെന്നുള്ളത് മാത്രമല്ല, കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും ജീവകിരീടം പ്രാപിക്കാൻ കഴിയും. ഇവിടെയും പൗലോസ് പറയുന്ന കാര്യം, ഒരുവൻ മല്ല് കെട്ടിയാലും, ഇവിടെ ഒരു വിശ്വാസ ജീവിതത്തിൽ നമുക്കെന്തുണ്ട്? പോരാട്ടമുണ്ട്. ഇവിടെ വച്ചിരിക്കുന്ന കാര്യം എന്താണ്? നിത്യജീവൻ, ജീവകിരീടം പ്രാപിക്കുക എന്നുള്ളത്. അതെടുക്കാനായിട്ട് പിശാച് എന്ത് ചെയ്യത്തില്ല? സമ്മതിക്കത്തില്ല. അവൻ ഏത് വിധേനയും നമ്മെ എന്ത് ചെയ്യും? തകർത്ത് കളയുവാനുള്ള പദ്ധതിയാണ് എന്ത് ചെയ്യുന്നത്? പിശാച് ഇടുന്നത്. എന്നാൽ ആ ജീവകിരീടം പ്രാപിക്കണമെങ്കിൽ ചട്ടപ്രകാരം പോരാടണം. ഇവിടെ പറയുന്ന പുതിയ നിയമസഭയിലെ 7 ചട്ടങ്ങൾ എന്ന് പറയുന്നത് 7 ഉപദേശങ്ങളാണ്. രക്ഷ, 2-ാമത്തെ കാര്യം സ്നാനം, 3-ാമത് സഭയോട് ചേർന്നു, 4-ാമത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, 5-ാമത് കൂട്ടായ്മ ആചരിച്ചു, 6-ാമത് തിരുവത്താഴം, കർത്താവിന്റെ മേശ, അപ്പം നുറുക്കൽ അവർ എന്ത് ചെയ്തു? സ്വീകരിച്ചു. 7-ാമത് പ്രാർത്ഥന കഴിച്ചു. നിർഭാഗ്യവശാൽ വിശ്വാസികൾ കർത്താവിനെ വിശ്വസിക്കുന്നു. വിശ്വസിച്ച ഉടനെ പിന്നെ അവരെന്ത് ചെയ്യുന്നു? പ്രാർത്ഥനയിൽ ചെന്ന് എന്ത് ചെയ്യുന്നു? പല കാര്യങ്ങൾ കർത്താവിനോട് ആവശ്യപ്പെടുകയാണ്. വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇവിടെ രക്ഷിക്കപ്പെട്ടവനാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? രക്ഷിക്കപ്പെട്ടവനാണ് സ്നാനപ്പെടുന്നത്. സ്നാനപ്പെട്ടവൻ എന്ത് ചെയ്യും? സഭയോട് ചേരും. സഭയോട് ചേർന്നവൻ എന്ത് ചെയ്യും? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കും. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടവൻ കൂട്ടായ്മ ആചരിക്കും. കൂട്ടായ്മ ആചരിക്കുന്നവൻ കർത്തൃമേശയിലേക്ക് വരും. കർത്തൃമേശയും കൂടെ എടുത്തതിന് അനന്തരമാണ് അവൻ വേണ്ടതുപോലെ എന്ത് ചെയ്യാൻ പഠിക്കുന്നത്? പ്രാർത്ഥിക്കാൻ പഠിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? എനിക്ക് യേശുവിൽ വിശ്വാസമുണ്ട്, വിശ്വസിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങളെല്ലാം ജാതികളായിരിക്കുന്നവർ അവർ അവരുടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഭൗമികമായ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി അവർ അന്യദേവന്മാരുടെ അടുത്ത് പ്രാർത്ഥിക്കുന്ന അതേ കാര്യം തന്നെ വിശ്വാസ ജനവും എന്ത് ചെയ്യും? ആത്മീയമായ വകതിരിവില്ലാതെ അവരും എന്ത് ചെയ്യാൻ തുടങ്ങും? പ്രാർത്ഥിക്കാൻ തുടങ്ങും. അതാണ് കർത്താവ് ഖണ്ഡിച്ചത്. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ ജാതികളെ പോലെ എന്ത് ചെയ്യരുത്? ജൽപ്പനം ചെയ്യരുത്. ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് സ്വർഗീയ പിതാവിനറിയാം. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞ് കർത്താവ് പ്രാർത്ഥന എന്ത് ചെയ്യുന്നു? പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒടുവിലായി, നമ്മുടെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഒടുവിലായി നമുക്ക് ലഭിക്കേണ്ടത് എന്താണ്? നിത്യജീവൻ. അതാണ് അവിടെ പൗലോസ് പറയുന്നത്, ഒരുവൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായികയിൽ കിരീടം പ്രാപിക്കുകയില്ല. ഇവിടെ പുതിയ നിയമസഭയിലെ 7 ഉപദേശങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത്? ചട്ടപ്രകാരം ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. നിത്യമായ നരകത്തിൽ നിന്ന്, നാശകരമായ കുഴിയിൽ നിന്നും നാം രക്ഷിക്കപ്പെടുക. കുഴഞ്ഞ ചേർ എന്ന് പറഞ്ഞാൽ ആ ചേറിനകത്തോട്ട് വീണു കഴിഞ്ഞാൽ ഒരു കാലെടുക്കുമ്പോൾ മറ്റേ കാലെന്ത് ചെയ്യും? താഴും. ആ കാല് വലിച്ചൂരി എടുത്തു കഴിയുമ്പോൾ മറ്റേ കാലെന്ത് ചെയ്യും? ചേറിനകത്തെന്ന് പറഞ്ഞാൽ ചതുപ്പ് നിലം പോലെയാണ് ലോകം. അതിനകത്ത് നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാത്രമേ ആ വ്യക്തി എന്ത് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, നാശകരമായ കുഴി, നിത്യ നരകം, കുഴഞ്ഞ ചേറ് ലോകം. നേരത്തെ നമ്മൾ ഗലാത്യർക്ക് 1:3 നമ്മൾ വായിച്ചത്. ഈ ദുഷ്ടലോകത്തിൽ നിന്നുകൂടി എന്ത് ചെയ്യണം? നാം രക്ഷിക്കപ്പെടണം. പാപ പങ്കുലമായ ജഡീകമായ സ്വഭാവങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം? നാം രക്ഷിക്കപ്പെടണം. ലക്ഷ്യം എന്താണ്? നിത്യജീവൻ. ഇതിനകത്ത് എന്താണ് ഇവിടെ പറയുന്നത്? മല്ല് കെട്ടുക എന്നുള്ളതാണ്. അപ്പോൾ പോരാട്ടമുണ്ട്. എന്ത് ലഭിക്കേണ്ടുന്നതിനാണ് പിശാച് തടയുന്നത്? നിത്യജീവൻ ലഭിക്കേണ്ടുന്നതിന് പിശാച് തടയും. യേശു സ്നാനപ്പെട്ട് ആത്മാവ് പരീക്ഷിക്കേണ്ടുന്നതിന് കർത്താവിനെ മരുഭൂമിയിലേക്ക് നയിക്കുമ്പോൾ മരുഭൂമിയിലിട്ട് പിശാച് എന്ത് ചെയ്യുന്നു? ലോകത്തിന്റെ മഹിമ മൊത്തം എന്ത് ചെയ്യുന്നു? കാണിച്ചു കൊടുക്കുക. മരുഭൂമിയിൽ വെച്ച് എന്ത് ചെയ്യും? പിശാച് കാണിച്ചു കൊടുക്കും. അതാണ് പിശാചിന്റെ കഴിവ്. ഈ കല്ലിനെ എന്ത് ചെയ്യാം? നിനക്ക് അപ്പമാക്കാം. നിന്റെ വിശപ്പ് എന്ത് ചെയ്യാം? കർത്താവ് പറഞ്ഞത് ഈ കല്ലിനെ അപ്പമാക്കാനല്ല ഞാൻ വന്നത്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സാക്ഷാൽ ജീവന്റെ അപ്പമാണ് ഞാൻ. ഈ കല്ലിനെ അപ്പമാക്കാനല്ല ഞാൻ വന്നത്, എന്നെ പകുത്തു കൊടുക്കാനാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? വന്നിരിക്കുന്നത്. പിശാചിന് അത് മനസ്സിലായി. അതുകൊണ്ടാണ് അവൻ വിട്ടുപോയത്. വിശ്വാസികൾക്ക് ഈ കാര്യം എന്ത് ചെയ്യുന്നില്ല? മനസ്സിലാവുന്നില്ല. അപ്പൊ കല്ലിനെ അപ്പമാക്കിക്കൊണ്ടിരിക്കുന്ന ശുശ്രൂഷകൾ കാണാനാണ് ആൾക്കാർക്ക് എന്ത് പ്രിയം. കല്ലൊട്ട് അപ്പം എന്ത് ചെയ്യുന്നില്ല? ആവുന്നുമില്ല. കല്ലിപ്പം അപ്പമാവോ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികൾ കല്ലോട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ ആയുസ് മുഴുവൻ ഈ കല്ലിൽ നോക്കിയിരിക്കും എന്നുള്ള, അല്ലാതെ കല്ലൊരിക്കലും എന്ത് ചെയ്യത്തില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സാക്ഷാൽ ജീവന്റെ അപ്പത്തെ എന്ത് ചെയ്യണം? നുറുക്കി കൊടുക്കണം. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അപ്പോൾ നിത്യജീവൻ പ്രാപിക്കുവാൻ തടസ്സമായി ലോകത്തിന്റെ മഹിമ എന്ത് ചെയ്തു? കാണിച്ചു കൊടുത്തു. ഭൗമികമായ ആവശ്യങ്ങൾ നടപ്പിലാക്കി എടുക്കേണ്ടുന്നതിനുള്ള വിശ്വാസത്തെ പിശാച് എന്ത് ചെയ്യുന്നു? പരീക്ഷിക്കുന്നു. അപ്പോൾ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാകുക. കർത്താവ് ഈ കാര്യങ്ങളെ കർത്താവ് വിജയിച്ചുവോ? കർത്താവ് ശത്രുവിന്റെ മുകളിൽ എന്ത് ചെയ്തു? ജയമെടുത്തു. കർത്താവ് വന്നിരിക്കുന്നത് നമ്മെ രക്ഷിപ്പാൻ, നമ്മെ നീതീകരിപ്പാൻ, നമ്മെ ശുദ്ധീകരിപ്പാൻ, നമ്മെ തേജസ്കരിപ്പാൻ, നമുക്ക് നിത്യജീവനെ നൽകുവാൻ, പുനരുദ്ധാനം പ്രാപിപ്പാൻ, ദൈവത്തോടുകൂടി എന്നേക്കുമായി ദൈവസന്നിധിയിൽ ചേർക്കുവാൻ അത്രേ കർത്താവ് ഈ ഭൂമിയിലേക്ക് എന്ത് ചെയ്തേ? ഇറങ്ങി വന്നു. അപ്പോൾ
ആത്മാവിന്റെ രക്ഷ സുവിശേഷം മുഖാന്തരം നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസത്താൽ പ്രാപിക്കണം. വചനത്തിൽ പറയുന്നത് ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. കാരണം നീതിമാൻ ആരുമില്ല, ഒരുവൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തി. ഓരോരുത്തനും താന്റെ വഴിയിലേക്ക് എന്ത് ചെയ്തു? പോയി. അതുകൊണ്ട് എല്ലായിടത്തുമുള്ള എല്ലാവരും എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുമ്പോൾ നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷ ആ ഏറ്റുപറച്ചിലൂടെ സുരക്ഷിതം ആവുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിലാണ് യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയണം. ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ആ കാര്യം വളരെ പ്രാധാന്യത്തോടെ കാണണം. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ യേശുവിന്റെ ക്രൂശ് മരണത്തെയും യേശുവിന്റെ പുനരുത്ഥാനത്തെയും എന്ത് ചെയ്യണം? വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യണം. ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. യേശുവിന്റെ പാപങ്ങൾക്ക് വേണ്ടി, ശാപങ്ങൾക്ക് വേണ്ടി, രോഗങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിച്ച് ഏറ്റുപറയുമ്പോൾ അത് രക്ഷയ്ക്ക് കാരണമാകും. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുദ്ധാനം പ്രാപിച്ചു എന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ അത് നീതീകരണത്തിന് കാരണമാവുകയാണ്. അങ്ങനെ രക്ഷയും നീതിയും കർത്താവിലൂടെ നമ്മൾ ദിനംപ്രതി എന്ത് ചെയ്യണം? അവന്റെ നാമത്തെ ഏറ്റുപറയുന്നതിലൂടെ ആത്മാവിന്റെ നിത്യരക്ഷയെ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ചട്ടപ്രകാരം ഒരു കാര്യത്തിലും പോരായിക എന്ത് ചെയ്യരുത്? വരാൻ പാടില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യോഹന്നാൻ 5:24 വാക്യം. എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവൻ എന്ത് കിട്ടും? നിത്യജീവൻ കിട്ടും എന്നാണ് ആ വാക്യം പറയുന്നത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വചനം നമുക്കുള്ള നിത്യജീവനും പരിശുദ്ധാത്മാവുമാകുന്നു. വചനമാണ് നമുക്കുള്ള നിത്യജീവൻ. വചനമാണ് നമുക്കുള്ള പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ നിത്യജീവൻ. യോഹന്നാൻ 6:63 പറയുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിങ്ങൾക്കുള്ള നിത്യജീവനും നിങ്ങൾക്കുള്ള പരിശുദ്ധാത്മാവുമാകുന്നു. അപ്പോൾ വചനത്തിന്റെ മുൻപിൽ നമ്മൾ ഹൃദയം തുറന്നായിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്നത് നമ്മുടെ നിത്യജീവനാണ്. വചനത്തിലൂടെ നമ്മുടെ ഉള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത്. ദൈവസന്നിധിയിൽ വചനത്തിന്റെ മുമ്പിൽ നമ്മൾ ഹൃദയത്തെ തുറക്കുമ്പോൾ വചനം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ ഉള്ളത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വചനത്തിലൂടെയാണ് നിത്യജീവൻ, വചനത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ്. ആ വചനം അത് നമ്മെ പഠിപ്പിക്കും. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? സ്നാനം എന്നുള്ളത്. സ്നാനത്തിൽ ക്രിസ്തുവിനോടുള്ള മരണത്തിലും ക്രിസ്തുവിനോടുള്ള പുനരുത്ഥാനത്തിലും നമ്മൾ എന്ത് ചെയ്യാണ്? പങ്കുചേരുകയാണ്. അവനോടുകൂടി ഞാൻ എന്ത് ചെയ്യുന്നു? സ്നാനപ്പെടുമ്പോൾ അവനോടുകൂടി കുഴിച്ചിടപ്പെടുന്നു. അതേ സമയത്തിൽ തന്നെ സ്നാനത്തിൽ നിന്ന് കയറുമ്പോൾ അവനോടുകൂടെ പുനരുത്ഥാനം എന്ത് ചെയ്യുന്നു? അത് സിംബോളിക്കായിട്ടും അത് വിശ്വാസത്താൽ ഏറ്റെടുക്കുമ്പോൾ ക്രിസ്തുവിന്റെ മരണ, അടക്ക, പുനരുദ്ധാന സാദൃശ്യത്തോട് ഏകീഭവിക്കുന്ന സ്നാനം. സ്നാനത്തിൽ ബാഹ്യമായ സ്നാനമുണ്ട്, ആന്തരികമായ സ്നാനമുണ്ട്. ബാഹ്യമായ സ്നാനം നമ്മൾ ജലത്തിൽ എന്ത് ചെയ്തു? സ്നാനപ്പെടുന്നതാണ് ബാഹ്യമായ സ്നാനം. ആന്തരികമായ സ്നാനം ഞാൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ എന്ത് ചെയ്യും? സ്നാനപ്പെടുത്തും. ആത്മാവിന്റെ നവീകരണം, ആത്മാവിൽ പരിശുദ്ധാത്മാവിൽ നിമജ്ജനം ചെയ്യുക. ബാഹ്യമായ സ്നാനം ഒരിക്കൽ സംഭവിക്കുമ്പോൾ ആന്തരികമായ സ്നാനം എല്ലായ്പ്പോഴും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ് ആന്തരികമായ സ്നാനം. ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ
നമ്മുടെ ആത്മാവ് നിമജ്ജനം ചെയ്യുന്ന സ്നാനം. അത് എന്നും എല്ലായ്പ്പോഴും ആത്മാവിന്റെ നവീകരണം നമുക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിൽ എന്ത് ചെയ്യണം? നിമജ്ജനം ചെയ്യണം. പരിശുദ്ധാത്മാവിൽ സ്നാനമേൽക്കാത്തവൻ, അവന്റെ ആത്മാവ് വെടിപ്പുള്ള ആത്മാവല്ല. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം നിങ്ങൾക്ക് പ്രാപിക്കണമെങ്കിൽ ദൈവാത്മാവിനാൽ നിമജ്ജനം ചെയ്യണം, ദൈവാത്മാവിനാൽ സ്നാനപ്പെടണം. അത് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് അതിനുള്ള അവസരം ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? വച്ചിട്ടുണ്ട്. അങ്ങനെ സ്നാനപ്പെടുന്ന ഒരു വ്യക്തിയുടെ ആത്മാവിന് വിശുദ്ധി കാണും, വേർപാട് കാണും, തെളിച്ചം കാണും, വെളിച്ചം കാണും, തേജസ് കാണും. അവരുടെ ഉള്ളത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ജീവൻ, ആ ചൈതന്യം അവരുടെ ഉള്ളത്തിൽ നിന്ന് എന്ത് ചെയ്യും? അധരങ്ങളിലൂടെ വെളിപ്പെടും. ഹല്ലേലൂയ. നീ എന്റെ നാവുകളെ എന്ത് ചെയ്യണമേ? ആ കെട്ടുകളെ പൊട്ടിക്കണമേ. അപ്പോൾ നിന്റെ നീതിയെ ഞാൻ എന്ത് ചെയ്യും? പ്രസ്താവിക്കും. അല്ലാത്ത പക്ഷം നാവില് ബന്ധനമിരിക്കും. അകത്തെ ആത്മാവിൽ പരിശുദ്ധാത്മാവിനോടുള്ള നിമജ്ജനം, ആത്മസ്നാനം സംഭവിക്കാത്ത ഒരു വ്യക്തിയുടെ നാവ് കെട്ടപ്പെട്ടിരിക്കും. എന്ത് കാര്യത്തിൽ? ദൈവ വചനം വെളിപ്പെടുത്തുന്ന കാര്യത്തിൽ അവന്റെ നാവ് കെട്ടപ്പെട്ടിരിക്കും. ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ ദിനം പ്രതി നിമജ്ജനം ചെയ്യുന്ന, ആത്മസ്നാനം ഏൽക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലുള്ള വെളിപ്പാടിന്റെ വചനങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനുണ്ടാകും. പരിശുദ്ധാത്മാവ് നൽകുന്ന ജ്ഞാനത്തിലൂടെയുള്ള വചനം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനുണ്ടാകും. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തോടുള്ള നല്ല മനസാക്ഷി പുലർത്തുന്നതാണ് എന്ത്? ആത്മസ്നാനം. ദൈവത്തോടുള്ള നല്ല മനസാക്ഷി. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ദൈവത്തോടുള്ള നല്ല മനസാക്ഷി. നമ്മൾ അക്ഷരികമായി അല്ലെങ്കിൽ ഫിസിക്കലി നമ്മൾ ഒരു വട്ടം സ്നാനപ്പെട്ടു എന്നുള്ളത് കൊണ്ട് സ്നാനപ്പെട്ട എല്ലാവർക്കും ദൈവത്തോട് നല്ല മനസാക്ഷി പുലർത്താൻ കഴിയുമോ? സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യും? സ്നാനപ്പെട്ട എല്ലാവരും ദൈവത്തോട് എന്തുണ്ട്? നല്ല മനസാക്ഷി എന്ന് പറയാം. സ്നാനത്തിൽ ദൈവത്തോടുള്ള നല്ല മനസാക്ഷി ഉണ്ടാകണമെങ്കിൽ ബാഹ്യമായ സ്നാനമല്ല, ആന്തരികമായ സ്നാനം അനുഭവിക്കുന്നവർക്കാണ് ദൈവത്തോടുള്ള നല്ല മനസാക്ഷിയിൽ ജീവിതം മുൻപിലോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നല്ല മനസാക്ഷി വേണമെങ്കിൽ എന്ത് ചെയ്യണം? ദിനം പ്രതി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ ദൈവത്തെ ആരാധിക്കണം, പ്രാർത്ഥിക്കണം, ദൈവവചനം ധ്യാനിക്കണം. ഉടമ്പടി ബന്ധങ്ങളിലൂടെ ദൈവത്തോട് ബന്ധം പുലർത്തണം, നല്ല മനസാക്ഷി ഉണ്ടാകുവാൻ. അപ്പോൾ ഈ സ്നാനം, രണ്ടാമത് പറയുന്ന കാര്യം, ഒന്നാമത് രക്ഷിക്കപ്പെടുക, രക്ഷ, ആത്മരക്ഷയുടെ കാര്യം. ദൈവം എനിക്ക് അത് തന്നു, ഇത് തന്നു, ഇനി എല്ലാം തരും, അതിനാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയല്ല. രക്ഷിക്കപ്പെട്ടതിന്റെ കാര്യം മറ്റൊന്നാണ്. ഹല്ലേലൂയ. ലോകപ്രകാരം യേശുവിന്റെ നാമത്തിലുള്ള വിടുതലുകളോ അനുഗ്രഹങ്ങളോ ഒക്കെ ലഭിച്ച വ്യക്തികൾ നിത്യതയിൽ കാണുമോ? ഇല്ല. വചനം പറയുന്നു, ഒരുവൻ മല്ല് കെട്ടിയാൽ എന്ത് ലക്ഷ്യമാക്കി മല്ല് കെട്ടുന്നു? നിത്യജീവൻ ലക്ഷ്യമാക്കി മല്ല് കെട്ടുന്നുണ്ടെങ്കിൽ അത് ചട്ടപ്രകാരം പോരാകയാൽ ഒരു സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളെങ്കിലും മിനിമം വിശ്വാസികൾ എന്ത് ചെയ്തിരിക്കണം? അറിഞ്ഞിരിക്കണം. ബോർഡില്ലാത്ത ബസ്സിൽ ആരെങ്കിലും കയറുവോ? ഉപദേശമില്ലാത്ത സഭയിൽ എന്ത് ചെയ്യരുത്? കയറരുത്. ലക്ഷ്യമില്ലാതെ എന്ത് ചെയ്യും? അവരുടെ ലൈഫ് എന്ത് ചെയ്യും? കറങ്ങിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുവന്ന് എന്ത് ചെയ്യും? ഇറക്കും. ബോർഡുള്ള ബസ് ആ ലക്ഷ്യസ്ഥലത്തിൽ എന്ത് ചെയ്യും? എത്തുമെന്ന് പറഞ്ഞതുപോലെ ഉപദേശങ്ങൾ, പ്രമാണങ്ങളും ചട്ടങ്ങളുമുള്ള ആ എങ്ങോട്ടാണ്? സിയോൻ എന്നുള്ള ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന ദൈവസഭയിൽ എന്ത് കാണും? രക്ഷയുടെ ദൂത് കാണും. സ്നാനത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നുള്ള കാര്യം കാണും. അവർ ദൈവസഭയോട് എന്ത് ചെയ്യും? ചേരും. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന് ആ സഭ എന്ത് ചെയ്യും? പ്രാധാന്യം കൊടുക്കും. ദൈവത്തോടും മനുഷ്യരോടുമുള്ള കൂട്ടായ്മ ബന്ധം എന്താണെന്ന് ആ സഭയ്ക്ക് എന്ത് ചെയ്യും? ബോധ്യമുണ്ടാകും. കർത്താവിൽ നിന്ന് പ്രാപിച്ച കർത്താവിന്റെ മേശ. പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് പകർന്നു നൽകുകയും ചെയ്യുന്ന കർത്താവിന്റെ മേശ, അവന്റെ ശരീരത്തോടുള്ള കൂട്ടായ്മ, ആ ജീവന്റെ അപ്പത്തിന്റെ നുറുക്കൽ, പാപമോചനത്തിന്റെ കഴുകൽ എന്നിത്യാദിയുള്ള കാര്യങ്ങളുടെ ആ അനുഗ്രഹം നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഇതെന്ത് ചെയ്യുവേൻ? ചെയ്യുവേൻ. ഗ്ലോറി ടു ഗോഡ്.
ഒടുവിലാണ് പറയുന്നത് എന്ത്? പ്രാർത്ഥന. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6 കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ 6 ഉപദേശങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ഒരാൾക്കാണ് പ്രാർത്ഥന എന്നുള്ളതിന്റെ ശരിയായ വഴി അവന് മനസ്സിലാവുക. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യും? എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, എനിക്ക് എല്ലാം വേണമെന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥനയുടെ വഴിയിൽ ഈ ഉപദേശത്തിൽ ഏറ്റവും ടോപ്പിലുള്ളതാണ് എന്ത്? പ്രാർത്ഥന. അടിസ്ഥാനം എന്താണ്? രക്ഷ. മനസ്സിലാവുന്നുണ്ടോ? ഇല്ലാത്ത പക്ഷം എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടാത്തവൻ എന്ത് പ്രാർത്ഥിക്കും? അത് വേണം, ഇത് വേണം, എല്ലാം വേണമെന്ന് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. രക്ഷിക്കപ്പെടാത്ത ഒരു പാസ്റ്റർ എന്ത് പ്രസംഗിക്കും? അവൻ അത് കൊടുക്കണം, ഇവന് ഇതും കൊടുക്കണം, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കൂടെ ചേർത്ത് എല്ലാം എന്ത് ചെയ്യണം? കൊടുക്കണം. അല്ലാതെ അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല. അവനൊന്നും പ്രസംഗിക്കാൻ എന്ത് ചെയ്തില്ല, കാണത്തില്ല. രക്ഷ പ്രസംഗിക്കപ്പെടണം. കർത്താവിനോട് ഇഴുകിച്ചേരപ്പെടേണ്ടുന്നതിനുള്ള സ്നാനം പ്രസംഗിക്കപ്പെടണം. ഹല്ലേലൂയ. ദൈവസഭയോട് രക്ഷിക്കപ്പെടുന്ന സ്വഭാവമുള്ളവർ മാത്രമേ എടുക്കപ്പെടുന്ന ദൈവസഭയോട് എന്ത് ചെയ്യത്തുള്ളൂ? ചേരത്തുള്ളൂ. ഈ സഭ എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്നതാണ് സഭ. അല്ലാത്തത് എന്തല്ല? ദൈവത്തിന്റെ സഭയല്ല. എടുക്കപ്പെടുവാനുള്ള സഭയിൽ രക്ഷിക്കപ്പെടുന്ന സ്വഭാവമുള്ളവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ദിനം പ്രതി ഇഴുകിച്ചേർന്നുകൊണ്ടിരിക്കും. എണ്ണത്തിൽ ചേരുന്ന കാര്യമല്ല, ഇഴുകിച്ചേരുന്നതിലാണ് കാര്യം. ഹല്ലേലൂയ. ഇഴുകിച്ചേരണം. ഉപദേശങ്ങളോട് ഇഴുകിച്ചേരണം, ദൈവകൽപ്പനകളോട് ഇഴുകിച്ചേരണം, ദൈവിക പ്രമാണങ്ങളോട് ഇഴുകിച്ചേരണം, ആത്മശുശ്രൂഷകളോട് എന്ത് ചെയ്യണം? ഇഴുകിച്ചേരണം. അപ്പോസ്തലിക ഉപദേശങ്ങളോട് എന്ത് ചെയ്യണം? ഇഴുകിച്ചേരണം. കൂട്ടായ്മ ബന്ധത്തിലേക്ക് എന്ത് ചെയ്യണം? ഇഴുകിച്ചേരണം. അപ്പോസ്തലന്മാർ ദൈവത്തോടുള്ള കൂട്ടായ്മ പുലർത്തിയത് എങ്ങനെയാണ്? ശിഷ്യന്മാർ പറഞ്ഞ എന്താണ്? ഞങ്ങളുടെ സ്വന്തം കണ്ണ് അവനെ കണ്ടു. സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നത് ആത്മകണ്ണ് എന്ത് ചെയ്യണം? ദൈവസഭയിൽ ആത്മാവിൽ ജനിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾക്ക് ദൈവസഭയിൽ സിയോനിൽ നിന്ന് പ്രകാശിക്കുന്ന ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിയണം. യഹോവയായ ദൈവം വേറെ എങ്ങാനെങ്കിലും ഇരിക്കുന്നല്ല പറഞ്ഞിരിക്കുന്നത്. യഹോവയായ ദൈവം തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. നീ മന്ദിരത്തിലകത്താണ് നീ ആയിരിക്കുന്നതെങ്കിൽ മന്ദിരത്തിനകത്ത് നിനക്ക് ആരെ കാണാൻ കഴിയണം? യഹോവയായ ദൈവത്തെ കാണാൻ കഴിയണം. ഇമ്മാനുവേലായ ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഇടയിലായിരിക്കുന്ന ഇമ്മാനുവേലായ ദൈവത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ പോരും. നിങ്ങൾ ദൈവസന്നിധിയിൽ കൂട്ടായ്മ ആചരിക്കുന്നുണ്ടെങ്കിൽ ആ കൂട്ടായ്മയിൽ ദൈവ സാന്നിധ്യം നിങ്ങൾ അറിയും. എന്റെ ആലോചനയുടെ ശബ്ദം നിങ്ങൾ കേൾക്കും. നിങ്ങൾ ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധത്തിലാണെങ്കിൽ ദൈവത്തിന്റെ ആലോചന ശബ്ദം നിങ്ങൾ എന്ത് ചെയ്യും? കേൾക്കും. ദൈവത്തിന്റെ സ്പർശനം നിങ്ങൾ എന്ത് ചെയ്യും? അറിയും. അപ്പോസ്തലന്മാർ പറഞ്ഞ എന്താണ്? ഞങ്ങളുടെ സ്വന്തം കണ്ണ് ഞങ്ങൾ കണ്ടു, മറ്റൊരു കണ്ണല്ല. ഞങ്ങളുടെ സ്വന്തം ചെവി അവനെ കേട്ടു. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വന്തം കൈ അവനെ എന്ത് ചെയ്തു? തൊട്ടു നോക്കി. ഞങ്ങൾക്കുള്ള നിത്യജീവൻ ക്രിസ്തുവിൽ പ്രത്യക്ഷമാകപ്പെട്ടു. ഞങ്ങൾക്കുള്ള കൂട്ടായ്മ അവനോടാണ്. ഞങ്ങൾക്കുള്ള കൂട്ടായ്മ പരിശുദ്ധാത്മാവിനോടാണ്. ഞങ്ങൾക്കുള്ള കൂട്ടായ്മ പിതാവാം ദൈവത്തോടാണ്. അപ്പോൾ കൂട്ടായ്മ ആചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറവുകളോ കുറ്റങ്ങളോ പറയേണ്ടുന്നതിനുള്ള കൂട്ടായ്മയല്ല. പരിശുദ്ധാത്മാവിനോടും പിതാവാം ദൈവത്തോടും പുത്രനാം ക്രിസ്തുവിനോടും അവനിൽ നിന്ന് ജനിച്ച ദൈവത്തിന്റെ മക്കളോടും ദൈവമക്കൾക്ക് എന്തുണ്ടാവണം? കൂട്ടായ്മ ഉണ്ടാവണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ജഡപ്രകാരം ആരെയും എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. ഇന്ന് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജഡപ്രകാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ കാര്യങ്ങളാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അന്വേഷിക്കുന്നതും അറിയാൻ ആഗ്രഹിക്കുന്നതും. ആ വ്യക്തിയുടെ ആത്മാവിന്റെ രക്ഷയെക്കുറിച്ച് അവന് ബോധ്യപ്പെടുത്തേണ്ടുന്നതിന് എന്തെങ്കിലും പ്രബോധനം ഉണ്ടോ? അവനെ ആശ്വസിപ്പിക്കേണ്ടതിനുള്ള എന്തെങ്കിലും പ്രബോധനം ഉണ്ടോ? ആത്മീയ വർധന വരുത്തേണ്ടുന്നതിനുള്ള പ്രബോധനം ഉണ്ടോ? ഇതൊന്നുമില്ല. പക്ഷെ ജഡപ്രകാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ജനിച്ച അന്ന് മുതൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജഡപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും പരസ്പരം അറിയാം. വിശുദ്ധനായ പൗലോസ് പറഞ്ഞ എന്താണ്? ജഡപ്രകാരം ഞാൻ ആരെ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. അവന്റെ ആത്മാവിനെ രക്ഷിക്കാമോ എന്ന് വെച്ച് അവന്റെ ആത്മാവിന് ജീവൻ കൊടുക്കേണ്ടിയ കാര്യങ്ങളാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ചെയ്യുന്നത്. അപ്പൊ കൂട്ടായ്മ ബന്ധം പുലർത്തുക എന്ന് പറഞ്ഞാൽ
ജഡികമായ കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുകയോ അതിനെ ചൊല്ലി തർക്കിക്കുകയോ അപവാദങ്ങൾ ഉണ്ടാക്കുകയോ ഭിന്നതകൾ ഉണ്ടാക്കുകയോ പിണക്കമുണ്ടാക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല. ദൈവത്തിന്റെ ആത്മാവിനാൽ ഒരു വ്യക്തിയെ അവന്റെ ആത്മാവിനെ നിത്യജീവനിലേക്ക് എടുക്കുവാൻ, ആത്മീയ വർധന വരുത്തുവാൻ, പ്രബോധനം കൊടുക്കുവാൻ, ആശ്വാസമുണ്ടാകത്തക്ക രീതിയിൽ ദൈവത്തിൽ നിന്ന് അന്യോന്യം ശുശ്രൂഷിക്കാൻ എന്ത് ചെയ്യണം? കഴിയണം. നിങ്ങളെ ജനിപ്പിച്ചവനെ, അതായത് ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനിൽ നിന്ന് ജനിച്ചവനെയും നിങ്ങൾ എന്ത് ചെയ്യും? സ്നേഹിക്കും. അതാണ് കൂട്ടായ്മ. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? അപ്പോൾ ഉപദേശങ്ങൾ നിമജ്ജനം ചെയ്യാതെ ആത്മവിശുദ്ധി എന്ത് ചെയ്യത്തില്ല? ഉണ്ടാകത്തില്ല. സ്നാനത്തിൽ നമ്മൾ കർത്താവിനോട് നിമജ്ജനം ചെയ്യുമ്പോൾ ദൈവത്തോടുള്ള നല്ല മനസാക്ഷി നമുക്ക് എന്ത് ചെയ്യുന്നു? ലഭിക്കുകയാണ്. കർത്താവിന്റെ മരണത്തോടുകൂടി എന്ത് ചെയ്യുന്നു? പങ്കാളിത്തം എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്നു. നമ്മൾ സ്നാനത്തിൽ ആരോട് ചേരുന്നു? ക്രിസ്തുവിനോട് ചേരുന്നു. ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളായി തീരുന്നതും ക്രിസ്തുവിനോട് ചേരുന്നു എന്ന് പറയുന്നത് റോമർ 6:3 നമ്മൾ ക്രിസ്തുവിനോടുകൂടി എന്ത് ചെയ്യുന്നു? അടക്കപ്പെടുന്നു. ക്രിസ്തുവിനോടുകൂടി എന്ത് ചെയ്യുന്നു? ഉയർപ്പിക്കപ്പെടുന്നു. കൊലോഷ്യൻസ് 2:12 മാത്രമല്ല, ഗലാത്യർ 3:27 പറയുന്നത് നിങ്ങൾ സ്നാനത്തിൽ ക്രിസ്തുവിനെ എന്ത് ചെയ്യുന്നു? ധരിച്ചിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 22-16 പറയുന്നത് സ്നാനത്തിൽ നിങ്ങളുടെ പാപങ്ങൾ എന്ത് ചെയ്യുന്നു? കഴുകിക്കളയുന്നു. അപ്പോൾ ഉപദേശമില്ലാതെ ദൈവം അവന്റെ ജീവിതത്തിൽ ഇല്ല. ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്താൽ ലഭിക്കുന്ന പ്രാരംഭമായ കാര്യങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? അവകാശമാക്കാൻ കഴിയും. വിശ്വാസത്താൽ ലഭിക്കുന്ന പ്രാരംഭ കാര്യം എന്താണ്? രോഗസൗഖ്യം. പ്രാരംഭ കാര്യം. മറ്റു ഭൗമികമായ വിഷയങ്ങൾക്കുള്ള പരിഹാരം എന്താണ്? പ്രാരംഭ കാര്യം. പക്ഷെ അന്തിമമായി നിത്യജീവൻ എന്നുള്ളത് നമ്മൾ ലക്ഷ്യം വെക്കാതെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ പ്രാരംഭ പടിയിൽ തന്നെ ജീവിതകാലം മുഴുവനും എന്ത് ചെയ്യാം? ജീവിക്കാം. അവസാനം നിത്യജീവൻ എന്നുള്ള കാര്യം വരുമ്പോൾ പ്രാരംഭമായ കാര്യങ്ങൾ പ്രാപിച്ച ഒരു വ്യക്തി നിത്യജീവൻ എന്ത് ചെയ്യത്തില്ല? കാണത്തില്ല. ഒരുവൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായികയാൽ കിരീടം എന്ത് ചെയ്യത്തില്ല? പ്രാപിക്കത്തില്ല. അല്ലെ, 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായം ഇവിടെ 6-ാം രാജാവിന്റെ സേനാധിപതിയായ നയമാനെ കുറിച്ച് പറയണം. 5-ാമത്തെ അധ്യായം 1-ാം വാക്യം. ഈ 6-ാം രാജാവ് എന്ന് പറയുന്നത് ഇന്നത്തെ എന്താണ്? ഇന്നത്തെ സിറിയ. ആരാം എന്ന് പറയുന്നത് 6-ാം രാജാവ് അന്നത്തെ സിറിയയുടെ സേനാധിപതിയായ നയമാനെ കുറിച്ച്. ഈ നയമാൻ ഒരു കുഷ്ഠരോഗിയാണ്. അപ്പോൾ ഇസ്രായേലിൽ നിന്നൊരു ബാല്യക്കാരത്തിയെ നയമാന്റെ വീട്ടിൽ സർവന്റായിട്ട് എന്ത് ചെയ്തു? കൊണ്ടുവന്നു. അപ്പോൾ നയമാൻ കുഷ്ഠരോഗിയാണ് എന്നുള്ള കാര്യം ഈ പെൺകുട്ടിക്ക് അറിയാം. അപ്പോൾ അവൾ പറഞ്ഞ എന്താണ്? ഞാൻ ആയിരിക്കുന്ന ഇസ്രായേൽ ദേശത്തിൽ പ്രവാചകനുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്ത് ചെയ്യും? സൗഖ്യമുണ്ടാവും. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ആ പ്രദേശത്തിലേക്ക് എന്ത് ചെയ്യുന്നു? യാത്ര ചെയ്യുന്നു. അതിന്റെ 10-ാമത്തെ വാക്യം. സന്ദർഭം മുഴുവൻ വായിച്ചു പോകാൻ സമയം പോരല്ലോ. 10-ാം വാക്യം. എലീശ ആളയച്ചു. ഇവിടെ എലീശ നയമാന്റെ അടുത്ത് എന്ത് ചെയ്തു? ആളയച്ചിട്ട് നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി കുളിക്കുക, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെ നീ ശുദ്ധനാകുമെന്ന് പറഞ്ഞു. 7 പ്രാവശ്യം എന്ത് ചെയ്യാൻ പറഞ്ഞു? മുങ്ങാൻ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ക്രൂദ്ധിച്ചിട്ട് പോകുകയാണ്. പോയിട്ട് താൻ പറയാണ്, ഞങ്ങളുടെ ദേശത്തിലൊന്നും നദികളൊന്നും തോടുകളൊന്നും ഇല്ലയോ? എന്നിട്ടാണോ യോർദാനിൽ ചെന്ന് മുങ്ങാനായിട്ട് പറയുന്നത്? അപ്പൊ ഇതുപോലെ ഒത്തിരി ആൾക്കാർക്ക് എക്സ്ക്യൂസസ് ഉണ്ട്. എന്താണ് എക്സ്ക്യൂസസ്? ഞങ്ങളുടെ വീട്ടിന്റെ തൊട്ടടുത്ത് എന്തുണ്ട്? സൗകര്യപ്രദമായ സഭയുണ്ട്, അവിടെ മുങ്ങിയാൽ പോരെ. ഒരു കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്തെന്താണ്? സഭയാണ്, അവിടെ പോയാൽ സൗഖ്യം ഉണ്ടാവൂല. എലീശ പറഞ്ഞ എന്താണ്? 1 പ്രാവശ്യം മുങ്ങിയാൽ മതിയെന്നാണ്. 7 പ്രാവശ്യം എന്ത് ചെയ്യണം? പുതിയ നിയമസഭയിൽ 7 ഉപദേശമുണ്ട്. ഈ 7 ഉപദേശമുള്ള സഭയിൽ എന്ത് ചെയ്തേ പറ്റൂ? മുങ്ങിയേ പറ്റത്തുള്ളൂ. 6-ാമത്തെ കാര്യം വരെ എത്തിയതിനു ശേഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നിത്യജീവൻ എന്ത് ചെയ്യും? ഭയപ്പെടുത്താൻ പറയുന്ന കാര്യമല്ല. നിങ്ങളായിരിക്കുന്ന സഭയിൽ ഈ 7 ഉപദേശത്തിന് പ്രാധാന്യം കൊടുക്കണമുണ്ടോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കണം. ഈ സഭയിൽ ഈ ഉപദേശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഉപദേശമുള്ള സഭയിലേക്ക് എന്ത് ചെയ്യാം? പോകാം. ഈ ഉപദേശം ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ആത്മീയ കുഷ്ഠം എന്നുള്ള രോഗം എന്ത് ചെയ്യും? സൗഖ്യമാകും. നിങ്ങളുടെ ദേഹത്തിലെ വ്യാധി മാറും. നിങ്ങളുടെ ദേഹിയിലെ ദണ്ഡനം മാറും. നിങ്ങളുടെ ആത്മമണ്ഡലത്തിലെ ദുരാത്മാക്കൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? സ്ഥാനമുണ്ടാകത്തില്ല. ഗദരദേശത്തിലെ ഭൂതഗ്രസ്തന് എത്ര ദുരാത്മാവുണ്ടായിരുന്നു? 6000. അതിലൊന്നിനു പോലും അവന് ഇരിക്കാനായിട്ട് എന്ത് ചെയ്തില്ല? സാധിച്ചില്ല. ഒരു മനുഷ്യനെ 6000 ഭൂതം വരെ എന്ത് ചെയ്യാം? ഒരു മനുഷ്യന്റെ ഉള്ളിൽ വസിക്കാനുള്ള ഇടമുണ്ട്. ഭയപ്പെടണം. 6000 ഭൂതത്തിന് ഒരു മനുഷ്യന് കപ്പാസിറ്റി ഉണ്ടെന്ന്. അതിനെ ശാസിച്ചപ്പോൾ ഭൂതങ്ങളെല്ലാം കൂടെ നിലവിളിച്ച് പറഞ്ഞെന്നാണ്, ഞങ്ങളെ ഇപ്പോൾ എന്ത് ചെയ്യരുതേ, ദണ്ഡിപ്പിക്കരുത്, ഞങ്ങളെ ഈ പന്നികളിലേക്ക് എന്ത് ചെയ്യും, പോകാനായിട്ട് സമ്മതിക്കണം. അപ്പോ ഒരു സഭയിൽ ആടായിട്ടിരുന്നു കഴിഞ്ഞാൽ ദുരാത്മാവ് എന്ത് ചെയ്യത്തില്ല? കേറത്തില്ല. പിശാച് എപ്പോഴും വാദിക്കുന്ന എന്താണ്? പന്നീരകത്ത് എന്ത് ചെയ്യണം? എനിക്ക് വേണം. പന്നിക്ക് ഈ പറഞ്ഞ പോലെ ചെളിക്കുണ്ടെന്നാണെന്ന്, അതാണ് അവന്റെ സ്വർഗം. അഴുക്ക് ചാലാണ് അതിന്റെ സ്വർഗം. അപ്പോൾ ദുരാത്മാവ് എന്ത് ചെയ്തു? ഈ പന്നിക്കൂട്ടത്തിലേക്ക് പോയി 6000 പന്നികൾ, ദുരാത്മാക്കൾ 2000 പന്നിയിലോട്ട് എന്ത് ചെയ്തു? പ്രവേശിച്ചു. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പന്നിയിൽ എത്രയാണ് കയറിയത്? 3 എണ്ണം. 3 ദുരാത്മാവ് ഒരു പന്നിയിൽ കയറിയപ്പോ പന്നിക്ക് പിന്നെ എന്ത് ചെയ്യണ്ട? ജീവിക്കണ്ട. അത് കടും തൂക്കത്തോടെ എന്ത് ചെയ്തു? കടലിൽ പോയി ചത്തകളും. പക്ഷെ 6000 കൊണ്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 എണ്ണം കയറിയപ്പോ പന്നിക്ക് എന്ത് ചെയ്യണ്ട? പിന്നെ ജീവിക്കേ വേണ്ട. പക്ഷെ 6000 എണ്ണത്തിനെ കൊണ്ട് എന്ത് ചെയ്യണം? ഒരു മനുഷ്യനായിട്ട് നടക്കുകയാണ്. അല്ല ഇതായിട്ട്. പക്ഷെ ഈ 6000 ഭൂതത്തെ കർത്താവ് ശാസിച്ചപ്പോൾ അവന് സുബോധം ഉണ്ടായി. സുബോധം ഉണ്ടായവൻ എന്ത് ചെയ്തു? യേശുവിന്റെ പാദത്തിൽ ഇരുന്നു. പാദത്തിൽ ഇരിക്കാൻ അനുവദിക്കാതെ സുബോധം നഷ്ടപ്പെടുത്തി കളയുന്ന അനുഭവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരു സംശയമില്ല, ദുരാത്മാവ് തന്നെയാണ്. അതുകൊണ്ടാണ് ദൈവസഭയിലേക്ക് ഉപദേശങ്ങളിലും പ്രമാണങ്ങളിലും ചട്ടങ്ങളിലും ദൈവത്തെ ആരാധിക്കുന്ന ആരാധനകളിലേക്ക് സുബോധത്തോടു കൂടി ഇരിക്കാൻ ഒരു മനുഷ്യനെ പിശാച് എന്ത് ചെയ്യാത്തത്? സമ്മതിക്കാത്തത്. കാര്യം മനസ്സിലാവുന്നുണ്ടോ? വിടുതൽ കിട്ടണ്ടയോ? ശരീരത്തിലെ ദണ്ഡനങ്ങൾ, ശരീരത്തിലെ വ്യാധികൾ, ശരീരത്തിൽ വ്യാധികൾ കൊണ്ടിടുന്നു. രോഗാത്മാക്കൾ വ്യാധികൾ കൊണ്ടിടുന്നു. രണ്ടാമതാണ് ദണ്ഡനം. എപ്പോഴും മനസ്സിന് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ദണ്ണിപ്പിച്ചുകൊണ്ടേയിരിക്കും. ദണ്ണിപ്പിച്ചാണ് ആ വ്യക്തി എന്ത് ചെയ്യുന്നത്? നശിപ്പിക്കുന്നത്. നമ്മളെയൊക്കെ ദൈവം സാത്താന് ദണ്ണിപ്പിക്കാൻ വിട്ടുകൊടുക്കോ? ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്നുണ്ടെങ്കിൽ ആ ദണ്ഡനത്തിൽ നിന്ന് എന്ത് ചെയ്യും? അത് നമ്മൾ വായിക്കുന്നു. കർത്താവിനെ അനുഗമിച്ചവരെ കർത്താവ് ആ ദണ്ഡനത്തിൽ നിന്ന് എന്ത് ചെയ്തു? വിടുവിച്ചു. സകല ദുരാത്മാക്കളിൽ നിന്നും അവരെന്ത് ചെയ്തു? വിടുവിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ നയമാന്റെ കാര്യം വായിക്കുമ്പോൾ 1 പ്രാവശ്യം മുങ്ങി, 2 പ്രാവശ്യം മുങ്ങി, 3 പ്രാവശ്യം മുങ്ങി, ഇനി മുങ്ങുന്നില്ല എന്ന് നയമാൻ തീരുമാനിച്ചെങ്കിൽ കുഷ്ഠരോഗം അങ്ങനെ തന്നെ എന്ത് ചെയ്തേനെ? ഇരുന്നത്. നയമാൻ എന്ത് ചെയ്തു? 7 പ്രാവശ്യവും എലീശ പറഞ്ഞ സ്ഥലത്തിൽ തന്നെ എന്ത് ചെയ്തു? മുങ്ങി. ഞാനും മുങ്ങുന്നുണ്ട്, വേറെ ഏതെങ്കിലും തോട്ടിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഉപദേശം ഉള്ളിടത്ത് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഉപദേശം ഏത് ഉപദേശം? പുതിയ നിയമ അപ്പോസ്തലിക ഉപദേശം എന്ന് പറയുന്ന 7 ഉപദേശങ്ങളിലും ഒരു വിശ്വാസി സമ്പൂർണമായി നിമജ്ജനം ചെയ്യുന്നുണ്ടെങ്കിൽ ആത്മീയ കുഷ്ഠം എന്ത് ചെയ്യും? പാപകുഷ്ഠം എന്ത് ചെയ്യും? മാറും. അവൻ തേജസ്കരണം പ്രാപിക്കുന്ന അനുഭവത്തിലേക്ക് പുതുക്കം എന്ത് ചെയ്യും? പ്രാപിക്കും. ഒരുവൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായികയാൽ വിരുത് പ്രാപിക്കത്തില്ല. പ്രിയമുള്ളവരെ, ഈ 7 ഉപദേശങ്ങളിൽ ഓരോന്നും നമുക്ക് ധ്യാനിക്കണമെങ്കിൽ നമുക്ക് നിരവധി സമയം എന്ത് ചെയ്യണം? ചെലവഴിക്കണം. നമുക്കിപ്പോൾ തന്നെ സമയം തീർന്നു. ദൈവം അനുവദിക്കുന്ന പക്ഷം ഓരോ കാര്യങ്ങളും, ഈ 7 ഉപദേശങ്ങളും നമുക്ക് ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യാനുണ്ട്? വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ധ്യാനിക്കാനുണ്ട്. രക്ഷയെക്കുറിച്ച് വചനത്തിലൂടെ ധ്യാനിക്കാനുണ്ട്. സ്നാനത്തെക്കുറിച്ച് ദൈവവചനത്തിലൂടെ ധ്യാനിക്കാനുണ്ട്. ദൈവസഭയോട് ഇഴുകിച്ചേരുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവവചനത്തിലൂടെ ധ്യാനിക്കാനുണ്ട്. അപ്പോസ്തലിക ഉപദേശങ്ങളെക്കുറിച്ച് ദൈവവചനത്തിലൂടെ ധ്യാനിക്കാനുണ്ട്. കൂട്ടായ്മയെക്കുറിച്ച്, കൂട്ടായ്മ ആചരിക്കുന്നതിനെ കുറിച്ച് ദൈവവചനത്തിലൂടെ ധ്യാനിക്കാനുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ ഭക്തന്മാർ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ഭക്തന്മാർ അന്യോന്യം സംസാരിക്കുന്ന കാര്യമല്ല, ഭക്തന്മാർ ദൈവത്തോട് എന്ത് ചെയ്തു? സംസാരിച്ചു. ഭക്തന്മാർ ഒരുമിച്ച് കൂടി. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാവുന്നു. അവിടെയല്ലോ ദൈവം അനുഗ്രഹം, ശാശ്വതമായ നിത്യജീവനെ വച്ചിരിക്കുന്നത് അവിടെയാണ്.
Glory to God. അപ്പോൾ കൂട്ടായ്മ, അതിനെക്കുറിച്ച് ദൈവവചനത്തിലൂടെ പഠിക്കാനുണ്ട്. കർത്താവിന്റെ മേശയെക്കുറിച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്? ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥനയെക്കുറിച്ച് ദൈവവചനത്തിൽ വെളിപ്പെടുത്തി നൽകിയിട്ടുണ്ട്. നമ്മൾ നിമജ്ജനം ചെയ്യേണ്ടുന്നത് ദൈവിക ഉപദേശങ്ങളിലാണെങ്കിൽ നമുക്ക് ദൈവികമായ സൗഖ്യമുണ്ടാകും, വിടുതലുണ്ടാകും, ആത്മരക്ഷ നമുക്ക് അനുഭവിക്കാൻ കഴിയും. നാം ജീവകിരീടം പ്രാപിക്കും. ഒരുവൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായികയിൽ ബിരുദ് പ്രാപിക്കത്തില്ല, കിരീടം പ്രാപിക്കത്തില്ല. നമ്മളും കിരീടം പ്രാപിപ്പാൻ തക്കവണ്ണം എന്ത് ചെയ്യണം? ഓടണം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതൊക്കെ മറന്നുകൊണ്ട് മുൻപിലേക്ക് ആഞ്ഞുകൊണ്ട് പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. മല്ല് കെട്ടിയെങ്കിൽ ചട്ടപ്രകാരം പോരായി എന്ന് നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് വാദിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഈ വചനത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട്, കർത്താവേ, ഞങ്ങൾക്ക് ആ നിത്യജീവൻ എന്നുള്ള ബിരുദം എന്ത് ചെയ്യാനുണ്ട്? പ്രാപിക്കുവാനുണ്ട്. ഞങ്ങൾക്കും സൗഖ്യം ഞങ്ങൾക്കും ആവശ്യമാണ്. ഞങ്ങളും നിന്റെ ഉപദേശങ്ങളിൽ നിമജ്ജനം ചെയ്തുകൊണ്ട് നയമാൻ ശരീരം പൂർണ്ണമായി സൗഖ്യത്തോടെ പുറത്തു വന്നതുപോലെ ഞങ്ങളുടെ കർത്താവിന്റെ വരവിൽ തേജസ്കരണം പ്രാപിച്ച ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാൻ, കർത്താവിന്റെ വരവിൽ പുനരുത്ഥാനം പ്രാപിച്ച ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാൻ, ഞങ്ങളുടെ ശരീരവും പ്രാണനും ആത്മാവും അശേഷം അനന്യമാമണ്ണം കർത്താവിന്റെ വരവിൽ വെളിപ്പെടുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഈ വചനങ്ങളാൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. വചനത്തിൽ പറയുന്നു, നിങ്ങൾ ഇപ്പോൾ കേട്ട വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ക്രൂശിന്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണമേ. ഗിലെയാദിലെ നല്ല വൈദ്യൻ ആ അഭിഷേകം ഞങ്ങളുടെ തലമേൽ പകർന്ന് ഞങ്ങളുടെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ആ നല്ല വൈദ്യൻ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു, സൗഖ്യമുള്ളവരായി കാണപ്പെടുവാൻ. ഹല്ലേലൂയ. നിത്യജീവൻ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ കാണപ്പെടുവാൻ, അത് അവകാശമാക്കി തീർക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കണമേ. എല്ലാ സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ഘനവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.